ഈ ബോട്ടിൽ ഇങ്ങനെ എടുക്കുമ്പോൾ എന്തൊരു വേദനയാ മോനെ. ഇവിടെ ഇങ്ങനെ ഈ കൈയുടെ ഈ തള്ളവരിൽ വരുന്ന ജോയിന്റിന്, അതുപോലെ നമ്മളിങ്ങനെ ഈ തിരിച്ച് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ഒക്കെ ഇവിടെ ഇങ്ങനെ ഈ ജോയിന്റ് ഭാഗത്ത് വേദനയാ. അതിന് എക്സസൈസ് ഒന്നുമില്ലേ? പറയുന്ന കണ്ടീഷനെ പറ്റി എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. എക്സസൈസ് നമ്പർ 1 എന്ന് പറയുന്നത് നിങ്ങൾ തമ്പ് രണ്ടും ഉള്ളിലേക്ക് വെക്കുക. രണ്ട് കൈയുടെയും തമ്പ് ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മുടെ ഫിസ്റ്റ് നല്ല മുറുക്കി പിടിക്കുന്നു. എന്നിട്ട് കൈകൾ നേരെ വെച്ചിട്ട് 1 2 3 ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടെൻഡൻ നന്നായിട്ട് സ്ട്രെച്ച് ആവും. അതുകൊണ്ട് നിങ്ങൾ ഓവറായിട്ട് വലിച്ച് സ്ട്രെച്ച് ചെയ്യരുത്. വലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെൻഡൻ ചിലപ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ട് പതുക്കെ ചെയ്താൽ മതി കേട്ടോ. കാര്യം ഈ ഒരു ഏരിയ കണ്ടില്ലേ, നമ്മുടെ തമ്പ് വരുന്നതിന്റെ ഈ ഒരു ഏരിയ, ഞാൻ ഇങ്ങനെ എന്റെ വിരൽ അനക്കുന്ന സമയത്ത് ഇവിടെ ഒരു ടെൻഡൻ കാണാൻ പറ്റും. ഈ ടെൻഡൻ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ആ ടെൻഡൻ ദ്രവിക്കുന്നതിനെയാണ് പറയുന്നത് ഡീകുർവൻ ടീനോസൈനോവൈറ്റിസ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കണ്ടീഷൻ. ഇത് ഓൾറെഡി ഒരു സ്ട്രെച്ച് ഫീൽ കിട്ടുന്ന എക്സസൈസുകളാണ് നമ്മൾ ഈ കാണിക്കുന്നതെല്ലാം. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റിനകത്ത് ഒരു ടെൻഷൻ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. അതിമേളി ഓവർ പ്രഷറും ഓവർ സ്ട്രെയിനും കൊടുക്കാൻ പാടില്ല. എക്സസൈസ് നമ്പർ 2 എന്ന് പറയുന്നത് ഒരു റബ്ബർ ബാൻഡ് എടുക്കുക. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന 2 റബ്ബർ ബാൻഡ് ആണ്. അപ്പൊ 2 റബ്ബർ ബാൻഡ് എടുത്തിട്ട് നിങ്ങളുടെ കൈയെ കൂടി ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ ഇതാ കൈ ഇങ്ങനെ നൂത്ത് പിടിക്കുക. റബ്ബർ ബാൻഡ് ഏകദേശം ഇങ്ങനെ താഴോട്ട് വെക്കുന്നു. എന്റെ തമ്പിന്റെ മേളിലേക്ക് എന്റെ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം പതുക്കെ ഇങ്ങനെ മൂവ്മെന്റ് ചെയ്യണം. ഇത് ഒരു റെസിസ്റ്റന്റ് ഫീൽ ഇവിടെ കിട്ടും. ഈ ടെൻഡന്റെ അവിടെ ഒരു റെസിസ്റ്റന്റ് ഫീല്. ടെൻഡനും റബ്ബർ ബാൻഡും കൂടെ ആകുമ്പോഴത്തേന് ഒരു കോമ്പിനേഷൻ ഉണ്ട്, കണ്ടില്ലേ? ഇങ്ങനെ 1 2 3 4 8 9 10 എന്ന് പറഞ്ഞ് മൂവ്മെന്റ് ചെയ്യണം. എക്സസൈസ് നമ്പർ 3 എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മൾ ലൈറ്റ് ആയിട്ട് ആ ഏരിയ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് ഒരു 3 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒന്ന് റെസ്റ്റ് ആകും. ഈ റെസ്റ്റ് ആയി കഴിഞ്ഞിട്ട് എക്സസൈസ് നമ്പർ 4 എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ കൈ പിടിക്കുക. കൈ പിടിച്ചിട്ട് പതുക്കെ പതുക്കെ നമ്മുടെ കൈയുടെ ഉള്ളിലേക്ക് ഈ മൂവ്മെന്റ് ചെയ്യണം. കണ്ടില്ലേ? കൈയുടെ ഉള്ളിലേക്കാണ് ഈ മൂവ്മെന്റ് ചെയ്യാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ വിരലിന്റെ ഏരിയയിലേക്ക് നമ്മൾ ഈ മൂവ്മെന്റ് പതുക്കെ പതുക്കെ കൊണ്ടുവരുന്നു. വീണ്ടും കൈയുടെ ഉള്ളിലേക്ക് പോകുന്നു. കാണാമല്ലോ നിങ്ങൾക്ക്? കണ്ടില്ലേ? ഇങ്ങനെ 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 ഇങ്ങനെ. അത് പക്ഷെ കൈ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചുകൊണ്ട് തന്നെ വേണം ചെയ്യാൻ. ഈ എക്സസൈസ് നമ്പർ 5 എന്ന് പറയുന്നതാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം. ഈ കൈയുടെ മുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ദാ ഇങ്ങനെ ഒന്ന് ഓടിച്ചു തൊടണം. കണ്ടില്ലേ? 1 2 3 4 5 6 7 8 9 10. ഈ പറയുന്ന എക്സസൈസുകളൊക്കെയാണ് ഡീകുർവൻ ടീനോസൈനോവൈറ്റിസിന് ചെയ്യാൻ പറ്റിയ അടിപൊളി എക്സസൈസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സസൈസ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് വന്നിരുന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് 60 വയസ്സിന് മുകളിലുള്ള വ്യക്തി നിലത്തിരുന്ന് എഴുന്നേക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കാണിച്ചു തരാമെന്ന് ചോദിച്ചു. എന്റെ അമ്മാമ 70 വയസ്സിന് മുകളിലുള്ള വ്യക്തിയാണ്. ഇപ്പോഴും എന്റെ ഡംബിൾസ് ഒക്കെ വെച്ച് സ്ക്വാട്ട് ചെയ്യാറുണ്ട്, അതേപോലെ എക്സസൈസ് ചെയ്യാറുണ്ട്. സ്റ്റിൽ ഷീ ഈസ് യൂസിങ് ഇന്ത്യൻ ക്ലോസറ്റ്. ഇതാണ് അമ്മാമയുടെ ആധാർ കാർഡ് വിത്ത് പ്രൂഫ്. ഓക്കെ.